ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ശനിയാഴ്ച ആയിട്ട് ഇതാണ്ട് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിമാർട്ട് വരെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. കൊച്ചുവെളുപ്പാങ്കാലത്ത് എണീച്ച് രാവിലെ തന്നെ ഡിമാർട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. കാരണം കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തിരക്കായിരിക്കും. സൈഡിൽ കണിക്കൊന്നയൊക്കെ പൂത്താട്ടോ, വിഷുവൊക്കെ വരാറായി. അപ്പം ഇത് വിഷുവിൻ്റെ പർച്ചേസൊന്നും അല്ല കേട്ടോ, വിഷു ഇനിയും ഉണ്ടല്ലോ ഒരാഴ്ച. ഇതിപ്പോൾ നമ്മൾ മന്ത്ലി പർച്ചേസിന് പോവാണ്. അപ്പം രാവിലെ പോയി കഴിഞ്ഞാൽ ആൾ കുറവായിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും അങ്ങനെയാണ്. ശനിയോ ഞായറോ വെളുപ്പിനെ പോകും. 8 മണിയാകുമ്പോൾ ഡിമാർട്ട് തുറക്കുമല്ലോ, ഞങ്ങൾ ആദ്യമേ അവിടെ ഹാജരാകും. സാധാരണ നമ്മൾ പർച്ചേസൊക്കെ കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കാറ്, ഒരു 10-10:30 ആകുമ്പോഴത്തേനും. പക്ഷേ ഇന്ന് നേരെ തിരിച്ചാണ്. കാരണം ഇന്ന് രാവിലെ എന്താണെന്നറിയില്ല, നല്ല വിശപ്പ്. അപ്പം ഇവിടുത്തെ മലയാളി ഹോട്ടലിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ടൊക്കെ ഡിമാർട്ടിൽ കയറാം എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ അതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ 2-3 മണിക്കൂർ കഴിയാതെ ഇറങ്ങാൻ പറ്റില്ല. സമയം പോകുന്നത് അറിയാനേ പറ്റില്ല അതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ. അതുകൊണ്ട് അത്രയും നേരം ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല വിശപ്പ്. അതുകൊണ്ട് നമുക്ക് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു. ഇവിടുത്തെ നല്ല ഒന്നാന്തരം ഒരു ഹോട്ടലുണ്ട്, കൈരളി കഫേ. അവർക്ക് തന്നെ മലയാളി കടയും ഉണ്ട്, മീൻസ് പലചരക്ക് കടയും ഉണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ടാണ് അവർ കഫേ തുടങ്ങിയത് കേട്ടോ. നല്ല അടിപൊളി ഫുഡാണ്. നമ്മളെപ്പോൾ ഡിമാർട്ടിൽ പോയാലും ഇവിടുന്ന് കഴിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോവാറ്. നേരത്തെ ഇത് വരുന്നതിന് മുന്നേ പക്ഷേ നമ്മൾ ആദ്യം ഡിമാർട്ടിൽ പോയി കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും വടപ്പാവല്ലോ വരുന്ന കഴിക്കുന്നത്. പക്ഷേ ഇത് വന്നതിന് ശേഷം എന്താണെന്നറിയില്ല, അങ്ങ് ഭയങ്കര വിശപ്പാണ്, രാവിലെ അങ്ങ് വിശക്കും. അപ്പോൾ ഇതാണ് കൈരളി കഫേ. എന്ത് ഐറ്റം വേണേലും ഇവിടെ കിട്ടും കേട്ടോ. ഒരുപാട് നല്ല നല്ല ഡിഷസൊക്കെ ഉണ്ട്, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കാറുണ്ട്. പിന്നെ ഇവിടുത്തെ അവൽ മിൽക്ക് എൻ്റെ സ്പെഷ്യൽ ഫേവറേറ്റാണ്. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ പൊറോട്ടയും മുട്ടക്കറിയും പറഞ്ഞിട്ടുണ്ട്. രാവിലെ കുറച്ച് നല്ല ഹെവി ആയിട്ട് കഴിച്ചേക്കാമെന്ന് വെച്ചു. പൊറോട്ടയാകുമ്പോൾ ഉച്ചയല്ല വൈകുന്നേരം വരെ കിടക്കും, പിന്നെ ഉച്ചവരെ എന്തായാലും ഇടയ്ക്കൊന്നും വിശക്കൂലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഡിഷുകളൊക്കെ. ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം നല്ല നല്ല ടേസ്റ്റുമാണ്, നല്ല തനതായ രുചിയിലാണ് കേട്ടോ. പിന്നെ ആദ്യം നമ്മളത് സ്റ്റാർട്ടറായിട്ട് നമ്മൾ 2 പഴംപൊരി പറഞ്ഞു, അതിൽ തുടങ്ങി. പിന്നെ പൊറോട്ട മുട്ടക്കറി എല്ലാം നല്ല കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി വേഗം നമുക്ക് ഡിമാർട്ടിലോട്ട് പോകണം. ഇപ്പം തന്നെ 8:30 കഴിഞ്ഞു, സാധാരണ 8 മണിക്ക് പോകുന്നതാണ്. അപ്പോൾ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളിതേ ഡിമാർട്ടിലേക്ക് കയറാൻ തുടങ്ങുകയാണ്. ഇപ്പം തന്നെ അവിടെ നിറയെ ആളായി കാണും. പാർക്കിങ്ങിലെല്ലാം ഇപ്പം തന്നെ വണ്ടി വന്ന് കാണും. അപ്പം നമ്മൾ അണ്ടർഗ്രൗണ്ടിലേക്ക് പോകാം, അവിടെയാണ് പാർക്കിംഗ്. നമ്മൾ അവിടെയാണ് എപ്പോഴും പാർക്ക് ചെയ്യുന്നത്. കാരണം സാധനം എടുത്ത് നമ്മൾ വെളിയിലോട്ട് പോകുന്നതിന് എളുപ്പം ലിഫ്റ്റിനകത്ത് കയറി താഴേക്ക് പോയി അവിടെ നിന്ന് എടുത്ത് മേളുകൂട്ട് ആ വഴി അങ്ങ് പോവുകയാണ്. അല്ലെങ്കിൽ ഈ വെയിലത്ത് പോയിട്ട് അവിടെ നിന്ന് സാധനം എല്ലാം പെറുക്കി വണ്ടിക്കകത്ത് വെക്കുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല വെയിലാണ്. ഇവിടുത്തെ വെയിലിൻ്റെ കാര്യമൊന്നും പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അടിപൊളി വെയിലാണ്. ഒരു മഴ പോലും പെയ്തില്ല. നാട്ടിലൊക്കെ നല്ല മഴയാണെന്ന് കേൾക്കുന്നു, പക്ഷേ ഇവിടെ ഒരു തണുത്ത കാറ്റൊക്കെ വന്ന് വീശിയിട്ടങ്ങ് പോയി, അല്ലാതെ വലിയ മഴയൊന്നും പെയ്തില്ല. അങ്ങനെ നമ്മുടെ കലാപരിപാടി ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. തേങ്ങയൊക്കെ കിടക്കുന്നുണ്ടോ? കുഞ്ഞു തേങ്ങയാണ് ഇത്തവണ, സാധാരണ വലിയ തേങ്ങ കിട്ടാറുണ്ട് കേട്ടോ. ഇവിടെ തേങ്ങയ്ക്ക് 26-27 രൂപയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് നമ്മളെപ്പോഴും 26 30-32 വരും കേട്ടോ. എന്നാലും കുഴപ്പമില്ല. സാധാരണ വെളിയിലത്തെ കടയിൽ നിന്ന് വെച്ച് നോക്കുമ്പം ഡിമാർട്ടിൻ്റെ തേങ്ങയാണ് ലാഭം. അതുകൊണ്ട് നമ്മളെപ്പോഴും ഇവിടെ നിന്നാണ് എടുക്കുക. എനിക്ക് സ്ഥിരമായിട്ടൊരു ലിസ്റ്റുണ്ട്, ആ ലിസ്റ്റ് പ്രകാരം മാത്രമേ ഞാൻ സാധനങ്ങൾ എടുക്കാറുള്ളൂ. പിന്നെ അല്ലറ ചില്ലറ എന്തെങ്കിലുമൊക്കെ ഇച്ചിരിയൊക്കെ വേറെയൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് തൂക്കിയെടുക്കുന്ന സാധനങ്ങളാണ്. അരി തന്നെ പലതരം അരികൾ, പലതരം പയറ് വർഗ്ഗങ്ങൾ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തൂക്കിയെടുക്കാം. നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതവർ തൂക്കിയിട്ട് ബാർകോഡ് ഒട്ടിച്ച് തരും. അപ്പോൾ ഇതിപ്പോൾ റീസെൻ്റായിട്ട് ഇവർ ഇറക്കിയ ഒരു പപ്പടമാണ് കേട്ടോ. ഇപ്പോൾ ഇത്രയും നാളിങ്ങനെ തൂക്കിയെടുക്കാനില്ലായിരുന്നു, അല്ലാതെ പാക്കറ്റിലൊക്കെ ഉണ്ട്. അപ്പോൾ അതും കുറച്ചെടുത്തു, ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ചോക്ലേറ്റിൻ്റെ സെക്ഷൻ. ഇവിടെ വരുമ്പം തെച്ചു എന്തെങ്കിലും ഇഷ്ടമുള്ളത് ഒരെണ്ണം എടുക്കും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ നമ്മളും ചിലപ്പം ഏതെങ്കിലും ഒരെണ്ണം എടുക്കും. പിന്നെ കേക്ക്സും അങ്ങനെയുള്ള ഗുലാബ് ജാമുൻ അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. വല്ലപ്പോഴൊക്കെ എടുക്കാറുണ്ട്, എപ്പോഴും എടുക്കാറില്ല. അങ്ങനെ ഇതൊക്കെ ഭയങ്കര മധുരമല്ലേ, നമ്മളിങ്ങനെ അധികം മധുരമൊന്നും കഴിക്കുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുമെങ്കിലും ഇടയ്ക്ക് കൺട്രോൾ പോകാറുണ്ട്. എല്ലാ മാസവും ഇവിടെ വന്ന് ഏത് സാധനം എവിടെ ഇരിക്കുന്നു എന്ന് എനിക്ക് കാണാപ്പാടമാണ്. അതുകൊണ്ട് ഞാൻ ഓടിപ്പോയി എനിക്ക് എടുക്കാനുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ട് വരും. അച്ഛനും മോനും ഇങ്ങനെ എല്ലാം കണ്ട് പതുക്കെ ഇങ്ങനെ വരും വണ്ടി ഉന്തിക്കൊണ്ട്. ഞാനാണ് എല്ലായിടത്തും പോയി ഓടി നടന്ന് എല്ലാം എടുക്കുന്നത്. ഇത്തവണ പക്ഷേ പ്രതീക്ഷയിൽ നേരത്തെ തന്നെ കലാപരിപാടി അവസാനിപ്പിച്ച് നമ്മളിത് ബില്ലടിക്കാൻ നിൽക്കുകയാണ്. അധികം വലിയ ക്യൂ ഒന്നുമില്ല, അധികം ആൾക്കാരൊന്നും ആയിട്ടില്ല.
അതുകൊണ്ട് വേഗം നമുക്ക് ബില്ലടിച്ചിട്ട് വേഗം വീട്ടിൽ പോകാം. 10 മണി കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. സാധാരണ ഇവിടെ വന്നു കഴിഞ്ഞാൽ 10-11:30 ആവും തിരിച്ചു പോകുമ്പോഴത്തേനും. അതുപോലെ തിരക്കായിരിക്കും. പക്ഷേ ഇന്ന് വലിയ തിരക്കില്ല കേട്ടോ. അതുകൊണ്ട് ബില്ലടിക്കാനല്ലേ വലിയ നീണ്ടൊരു ക്യൂ ആയിരിക്കും. അപ്പോൾ അതാ നമ്മൾ ബില്ലൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മളിതാ താഴേക്ക് പോകണം. ഇനി ഇത് ആണ് ഏറ്റവും വലിയൊരു ചടങ്ങ്. ഇതെല്ലാം പെറുക്കി നമ്മളൊരു ക്യാരി ബാഗിനകത്താക്കിയിട്ട് വണ്ടിക്കകത്തോട്ട് കയറ്റി വെച്ച് നമുക്ക് വേഗം വീട്ടിൽ പോകാം. ക്യാരി ബാഗ് ഓൾറെഡി ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ക്യാരി ബാഗിന് 22 രൂപയാണ് കേട്ടോ. 22 നേരത്തെ, ഇപ്പോൾ 27 മറ്റോ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ കുറേ എണ്ണം ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഞാൻ 4 എണ്ണമാണ് കൊണ്ടുവരാറ്. 4 കവറിനകത്തുള്ളത് മതി നമുക്ക് സാധനങ്ങൾ. അതുകൊണ്ട് ഞാനതെല്ലാം പെറുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ദച്ചുവിനെ ആദ്യമേ അകത്ത് കയറ്റി അവൻ അവിടെ ഇരുന്ന് ചോക്ലേറ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ നമ്മൾ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് ഇനി നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഉച്ചക്കത്തേനുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങണം. ഇപ്പോൾ തന്നെ പാർക്കിംഗ് ഒക്കെ ഫുള്ളായി. ഇതാണ്ട് ഇപ്പോൾ തന്നെ ഇഷ്ടം പോലെ ആളായി. ഇനി ഒരു രാത്രി 10-11 മണി വരെ ഇങ്ങനെ ആളായിരിക്കും. അപ്പോൾ നമ്മളിതാ തിരിച്ച് വീട്ടിൽ പോവാണ്. ആകെപ്പാടെ ക്ഷീണിച്ചു, നല്ല വെയിലുണ്ട്. വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കണം. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.